വന്നിട്ടുള്ളത് ബീഫും കുറുക്കിയും എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. അധികം വലിച്ചു നീട്ടുന്നൊന്നുമില്ല, കാരണം നിങ്ങൾ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്നതായിരിക്കും. ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് എൻ്റെതായ രീതിയിലൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ നിങ്ങളൊരു ബിഗിനറാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഇനി വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടിട്ട് വരാം. 1 കിലോ ബീഫാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് നന്നായി ഒന്ന് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 3 സവാള കനല്ലാതെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെയാണ്. അതൊന്ന് ശരിയാക്കി എടുത്തതിന് ശേഷം വെളുത്തുള്ളിയും ഇഞ്ചിയും ക്രഷ് ചെയ്തെടുക്കണം. അതിൻ്റെ കൂടെ ഞാനിവിടെ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് ബീഫിന് മെയിനാണല്ലോ. കുരുമുളക് കൂടെ തന്നെ 3 പച്ചമുളകും കൂടെ ഇട്ടിട്ട് പേസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ കഴുകി വെച്ചിരിക്കുന്ന ബീഫ് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും കുരുമുളകും ഒക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളെ ചെറിയുള്ളി ഉണ്ടല്ലോ, ഒരു 10-15 ചെറിയുള്ളി ഞാനിവിടെ നടുവേ കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് പാകത്തിനുള്ള ഉപ്പും കൂടിയാണ്. ഉപ്പിട്ടെടുത്തതിന് ശേഷം പിന്നെ പൊടികളാണ് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഓൾറെഡി കുരുമുളക് ഇട്ടതിൻ്റെ എരിവുണ്ടാവും, അതുകൊണ്ട് ഞാനിവിടെ മുളക് പൊടി കമ്മിയാക്കിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ മീറ്റ് മസാലയും ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ വേണ്ടത് വെളിച്ചെണ്ണയാണ്. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടെ 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ഈ സമയം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും പാടെ ഇട്ടെടുത്തതിന് ശേഷം നമ്മളെ കൈ വെച്ചിട്ട് തന്നെ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നല്ലോണം ഒന്ന് ആ ബീഫിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ പൊടികളൊക്കെ ഒന്ന് മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരട്ടെ. അങ്ങനെ എല്ലാം പാടെ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടി, ബീഫിൽ ഓൾറെഡി വെള്ളം ഇറങ്ങും, എന്നാലും നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാനത് അടുപ്പിലേക്ക് വെക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം ഞാനിവിടെ കൂർക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ കൈ ഇവിടെ കാണിക്കുന്നത് കൂർക്ക ശരിയാക്കിയിട്ട് എൻ്റെ കയ്യിൽ കറയായിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ഓൾറെഡി ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ, കൂർക്ക ബുദ്ധിമുട്ടായിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് ചെന്ന് കണ്ടുനോക്കണം കേട്ടോ. പിന്നെ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ പെരിഞ്ജീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കൂടെ ഓൾറെഡി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതൊന്ന് വഴറ്റി പരിവായി വരുന്ന സമയത്ത് ഒരു 2 തക്കാളി അതും പാടെ ഞാൻ ഇതിലേക്ക് ഈ സമയം ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം രണ്ടും പാടെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് കളറൊക്കെ മാറി വരട്ടെ. ആ സമയം നമ്മുടെ ബീഫ് ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. എനിക്കിവിടെ 8 വിസിലോളം വന്നിട്ടുണ്ട് ബീഫൊന്ന് വെന്ത് വരാനായിട്ട്. ഓരോ കുക്കറിൻ്റെ ഇതിനനുസരിച്ചിരിക്കുന്ന തോന്നണം. അപ്പോൾ ഞാനത് തുറന്നു നോക്കി, അത് ഇപ്പോൾ വെന്ത് പാകമായിട്ടുണ്ട്. അപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ട്. ആ സമയം ഓൾറെഡി നമ്മൾ മസാലയിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കറിവേപ്പിലയും കൂടെ ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേറെ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. പിന്നെ അതിലേക്ക് നമ്മളെ ബീഫ് വേവിച്ച് വെച്ചതിൻ്റെ വെള്ളം ഉണ്ടല്ലോ, അതും പാടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്ത് അതൊന്ന് തിളയ്ക്കാൻ വിട്ട സമയത്ത് തന്നെ ഞാൻ കൂർക്ക ഇട്ട് കൊടുത്തു. കൂർക്ക ഇട്ട് കൊടുത്തതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നോ, ഇതാണ് കൂർക്കയും ഇട്ട് കൊടുത്തു. ബീഫും അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം നമുക്ക് ഈ സമയത്ത് ഉപ്പ് നോക്കാം കേട്ടോ. ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. എനിക്ക് പാകമായിരുന്നു. ഞാൻ ഇനി ഒരു അടപ്പ് വെച്ച് അടച്ചു കൊടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് കുറുകാൻ വെച്ചിരുന്നു. ഇനി ഈ സമയം ഞാൻ കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കറിവേപ്പിലയും പാടെ ഇട്ടിട്ട് കറി ഒന്ന് ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം ഇഷ്ടമുള്ളവരാണെങ്കിലും പിന്നെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുള്ളവരാണെങ്കിലും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീണ്ടും കാണുന്നവരേക്കും ബൈ.